നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. UDF പ്രത്യേകിച്ച് കോൺഗ്രസുകാര് അങ്ങനെ വെള്ളമിറക്കിയിരിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, ഈ 2021 ഭരണം കിട്ടുമെന്നൊക്കെ കരുതിയതാണ്. നമ്മുടെ കാരണഭൂതൻ ന്യൂനപക്ഷ പ്രീണനം നടത്തി 2021 കസേര അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ UDF ഘടകകക്ഷികൾക്കൊന്നും തന്നെ അതിനകത്ത് നിൽക്കാൻ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ലീഗ് ചാടാനുള്ള പലതരത്തിലുള്ള ശ്രമവും നടത്തി. പക്ഷെ 2021 ഭരണം ഒരിക്കൽ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കാരണഭൂതന് ഈ അഹങ്കാരത്തിന്റെ ഒരു ആൾരൂപമായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ അടിക്കടി പലതരത്തിലുള്ള ജനവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടത് ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം. അങ്ങനെ അതിൽ പിണറായിയെ ക്രൂശിക്കാനായിട്ട് താഴെ തട്ട് മുതൽ അങ്ങനെ വാളെടുത്ത് നിൽക്കുമ്പോഴാണ് PV അൻവർ MLA ചില വെളിപ്പെടുത്തലുകളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ഒടുവില് ADGP RSS നേതാക്കളെ കാണാൻ പോയി, രഹസ്യ ചർച്ച നടത്തി. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് RSS നേതാക്കളെ കാണാൻ പോയത്. അത് ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു വലിയ ബോംബ് തന്നെ പൊട്ടിക്കുകയും ചെയ്തു. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുത്തു പറയാനെന്ന് ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം തരാമെന്നാണ് VD സതീശൻ പറഞ്ഞത്. സംഗതി ഇപ്പൊ വഷളായി നിൽക്കുന്നു. ADGPയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നൊക്കെ കേട്ടു. പക്ഷെ യാതൊരു മാറ്റവുമില്ല. മുഖ്യൻ ചിറകിന് അടിയിൽ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം ADGPയെ പുറത്താക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളും പുറത്താകുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റു പലരെയും ഈ പുരയ്ക്ക് മീതെ സ്വർണം കായ്ക്കുന്ന മരമാണെന്ന് പറഞ്ഞാലും അത് മുറിച്ചു കളയുന്ന ഒരു ചൊല്ലൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ പിണറായി വിജയൻ ഇപ്പൊ ഇവിടെ തനിക്ക് മനസ്സിലായി തന്റെ മേലെ ചാഞ്ഞു നിൽക്കുകയാണ്. അത് മുറിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ അപകടം ഉണ്ടാകും എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഈ അവസരത്തിൽ CPI ഈ ADGPയെ മാറ്റണമെന്നുള്ള രീതിയിൽ പിടിമുറുക്കി നിൽക്കുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വം വളരെ ശക്തമായിട്ട് നിന്നതുകൊണ്ടാണ് ഇവിടെ ബിനോയ് വിശ്വം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ADGPയെ മാറ്റണം, ആ ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് ഉന്നയിക്കുമ്പോൾ ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസുകാര് CPIയെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെയും മറുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള അതിശക്തമായ ശ്രമമാണ് നടത്തുന്നത്. കാരണം ബിനോയ് വിശ്വവും CPIയുടെ നേതാക്കന്മാരാകെ കൂടി തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ്. CPIയുടെ ദേശീയ നേതൃത്വം D രാജ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ ഗുരുതരമായ തെറ്റാണ്. പക്ഷെ CPMന്റെ ദേശീയ നേതൃത്വം എന്താണ് പറഞ്ഞത്? ADGPയും അവിടെ RSS നേതാവിനെ കണ്ടതുമൊക്കെ അത് സംസ്ഥാനത്ത് പരിഹരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് അവര് കൈകഴുകിപ്പോയി. കാരണം അവർക്കറിയാം ഇതിനൊക്കെ ഉത്തരവാദി കാരണഭൂതൻ തന്നെയാണ്, അവിടെ തൊടാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ CPI ഇവിടെ പിടിമുറുക്കുന്നത് കൊണ്ട് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസുകാര് ഇതൊരു ആയുധമാക്കിക്കൊണ്ട് ഇവരെ മറുപക്ഷത്തേക്ക് കൊണ്ടുവരിക. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ അതൃപ്തി നിൽക്കുകയാണ്. 2021 അങ്ങോട്ടേക്ക് ചേക്കേറിയെങ്കിലും പാലായിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് വൻ പരാജയമുണ്ടായി കോട്ടയത്ത്. പിന്നീട് ഈ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തു. അത് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. CPMന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമുണ്ടായി. വലിയ ക്ഷീണത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജോസ് കെ മാണിക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തെന്ന് മയപ്പെടുത്തി എടുത്തതാണ്. പക്ഷേ അവരുടെ അണികൾക്കും മറ്റു നേതാക്കന്മാരും എല്ലാം തന്നെ അതൃപ്തിയിലാണ്. CPMന്റെ ചവിട്ടും കുത്തുമേറ്റ് ഇതിനകത്ത് കിടക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ. അതുപോലെ തന്നെ CPIയുടെ നേതാക്കന്മാർക്കും അതൃപ്തിയിലാണ്. CPIക്ക് 4 പ്രധാനപ്പെട്ട സീറ്റുകളാണ് ലോക്സഭയിലേക്ക് കൊടുത്തിരുന്നത്. തിരുവനന്തപുരവും മാവേലിക്കരയും അതുപോലെ വയനാടും തൃശ്ശൂരും. ഇതിലെ 3 സ്റ്റാർ മണ്ഡലമായിരുന്നു. തൃശ്ശൂരിലെ പൂരം കലക്കി BJPക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിട്ടതിന്റെ ഉത്തരവാദി CPM ആണ് എന്ന് CPI വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. VS സുനിൽകുമാറിന്റെ വിജയം അവർ CPI കണ്ടിരുന്നതാണ്. CPI മത്സരിച്ചിടത്ത് ഒരിടത്തും തന്നെ CPMകാർ വേണ്ടത്ര പ്രവർത്തിച്ചു
ചിന്തിച്ചില്ല എന്നും നേതാക്കന്മാരുടെ ഇടയിലും അണികളുടെ ഇടയിലും ശക്തമായ അഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അകലുക എന്ന് തന്നെയാണ് അവരും തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ൽ നിന്ന്, അതായത് ഈ ADGP RSS നേതാക്കന്മാരെ കണ്ടതുകൊണ്ട് ഈ ന്യൂനപക്ഷമൊക്കെ തന്നെ അകന്നു തുടങ്ങിയിരിക്കുകയാണ്. മുസ്ലിം സമുദായം മുസ്ലിങ്ങളെ വളരെയധികം പ്രീണിപ്പിച്ച് 2021 അധികാരത്തിൽ വന്ന കാരണഭൂതനിൽ നിന്ന് ഇപ്പോൾ മുസ്ലിം സമുദായം അകന്നു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ RSS പ്രീണനം, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹവും അകന്നു തുടങ്ങി. ക്രൈസ്തവ സമൂഹം നേരത്തെ തന്നെ അകന്നു തുടങ്ങിയതാണ് ഈ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നത് കൊണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം നടത്തിയ കാരണഭൂതൻ ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയാണ്. CPI-യും കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുന്നണി വിടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് എന്തായാലും രാഷ്ട്രീയ സമവായങ്ങളൊക്കെ മാറി മറിയാനുള്ള ഒരു വലിയ ബോംബ് തന്നെയാണ് ഈ അൻവറിലൂടെയും VD സതീശനിലൂടെയും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാർ എന്തായാലും ഇക്കുറി വെള്ളം ഇറക്കി നിൽക്കുന്നത് എന്തായാലും അത് കയ്യിൽ കിട്ടും എന്ന് തന്നെ കരുതുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് കിട്ടും എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം.